ഹരിനാമ കീർത്തനത്തിലേക്ക് സ്വാഗതം. നന്നായി ദഹിച്ചൊരു സഹസ്രാരധാരയിൽ ഇതന്നേറ്റിൽ നിൻ കരുണ വന്മാരി പെയ്തു പുനർ മുന്നം മുളച്ച തവ ഭക്തിക്ക് ചേർക്കവളം ഇന്നേ കൃപാനിലയ നാരായണായ നമ. നമ്മുടെ അജ്ഞാനമാണ് അഹങ്കാരത്തിന് കാരണം. അഹങ്കാരമാണ് മുന്നോട്ടുള്ള യാത്രകൾക്ക് തടസ്സമാകുന്നത്. അഹങ്കാരം നമ്മെ കീഴടക്കുന്നു. തൽഫലമായി നാം അന്ധരാകുന്നു. നന്മയേത് തിന്മയേത് എന്ന് തിരിച്ചറിയാനാകാതെ വരുന്നു. അതിനാൽ ഏത് പ്രയത്നത്തിലൂടെയും നമുക്ക് നമ്മെ രക്ഷിച്ചെടുത്തേ മതിയാകൂ. ഏതാണ് ആ പ്രയത്നം? ആചാര്യൻ പറയുന്നു, ജ്ഞാനാഗ്നി ജ്വലിപ്പിക്കുക. ജ്ഞാനാഗ്നിയിൽ അഹങ്കാരത്തിൻ്റെ ഈ മഹാവനത്തെ ദഹിപ്പിക്കണം. അങ്ങനെ ഉണ്ടാകുന്ന നീറ്റിൽ അഥവാ ചാരത്തിൽ ഭഗവാന്റെ കരുണയാകുന്ന വന്മാരി മഹാവൃക്ഷമുണ്ടാകും. ഭഗവത് കാരുണ്യമാകുന്ന മഹാവൃക്ഷം കൊണ്ട് മാത്രമേ എൻ്റെ ഭക്തി മുളപൊട്ടി തഴച്ച് വളരുകയുള്ളൂ. കൃപാനിലയനായ കരുണാവാരിധിയായ ഭഗവാൻ ഈ അമൃതവർഷത്തിന് തുണയ്ക്കണേ എന്നാണ് പ്രാർത്ഥന. ഭക്തിമാർഗത്തിലേക്ക് നടക്കുകയും അതേ വേഗത്തിൽ തന്നെ പിന്മാറുകയും ചെയ്യുന്നവരുണ്ട്. ഭക്തിയുടെ നൈരന്തര്യം സാധിക്കാത്തവർ, ഭഗവത് കാരുണ്യത്തിന് വേണ്ടത്ര പാത്രമാകാത്തത് കൊണ്ടാണ് ഭക്തി ഉള്ളിൽ ഉറയ്ക്കാത്തത്. ഭക്തിയിലൂടെ ജ്ഞാനത്തിലെത്താം. ജ്ഞാനം അഹങ്കാരത്തെ ഇല്ലായ്മ ചെയ്യുകയും ചെയ്യും. അഹങ്കാരം നശിച്ചാൽ ഭക്തി തഴച്ചു വളരും. അതിനാണ് പ്രാർത്ഥന വേണ്ടത്. കരുണയുടെ ഇരിപ്പിടമായ ഭഗവാൻ നമ്മുടെ പ്രാർത്ഥന കേൾക്കാതിരിക്കില്ല. ധ്യാന മനനാദി യോഗ സാധനകൾ തുടരുക. സഹസ്രാരപത്മത്തിൽ നിന്നുള്ള അമൃതധാര അഹങ്കാരം എരിഞ്ഞടങ്ങിയ ചാരത്തിൽ പതിക്കുന്നതോടെ വസ്തുബോധം ഉണ്ടാകും. അപ്പോൾ അകവും പുറവും നിറഞ്ഞു നിൽക്കുന്ന ജ്ഞാനസ്വരൂപനായ ഭഗവാന്റെ ദർശനം സാധ്യമാകും. എവിടെയും ഭഗവാൻ മാത്രമാണ് ഉള്ളതെന്ന തിരിച്ചറിവ് ഉണരും. ഇതാണ് പരാഭക്തി. ഇത് നമുക്ക് സാധ്യമാണോ? വ്യാവഹാരിക ലോകത്ത് നിരന്തരം ഇടപെട്ട് അതിൻ്റെ പ്രശ്നങ്ങളാണ് ഏറ്റവും വലിയ പ്രശ്നങ്ങൾ എന്ന് കരുതുന്ന നമുക്ക് ഇവയെ അതിജീവിക്കാനാകുമോ? കഴിയും എന്ന് തന്നെയാണ് അനുഭവസ്ഥനായ ആചാര്യൻ വെളിപ്പെടുത്തുന്നത്. അതിനുള്ള മാർഗവും അദ്ദേഹം നമുക്ക് പറഞ്ഞു തരുന്നു.